എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് അപരീക്ഷിതകാരകത്തിലെ 9ാമത്തെ കഥയാണ്. സ്വർണനിധി കിട്ടിയവൻ്റെ ആവശ്യപ്രകാരം ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞ കഥയാണിത്. ഒരു പട്ടണത്തിൽ സ്വഭാവകൃപണൻ എന്നൊരു ബ്രാഹ്മണൻ വസിച്ചിരുന്നു. അയാൾ ഭിക്ഷ കിട്ടുന്ന അരിപ്പൊടിയിൽ നിന്നും വിശപ്പ് മാറാനുള്ളത് മാത്രം കഴിച്ചിട്ട് ബാക്കി ഒരു കുടത്തിൽ സൂക്ഷിക്കും. കുടം ഒരാണിമേൽ തൂക്കി ചുവട്ടിൽ കട്ടിലിട്ട് എപ്പോഴും കുടത്തിലേക്ക് കണ്ണും നട്ടുകിടക്കും. ഒരു ദിവസം രാത്രി അയാൾ ആലോചിച്ചു, ഇപ്പോൾ ഈ കുടത്തിൽ നിറയെ അരിപ്പൊടിയുണ്ട്. ക്ഷാമകാലം വന്നുവെന്നിരിക്കട്ടെ, ഇത് കൊടുത്താൽ 100 വെള്ളി നാണയങ്ങൾ കിട്ടും. ആ പണം കൊണ്ട് 2 ആടുകളെ വാങ്ങണം. ആടുകൾ പെറ്റുപെരുകി എനിക്ക് ഒരാട്ടിൻ കൂട്ടം ഉണ്ടായിത്തീരും. അപ്പോൾ ഞാൻ അവയെ വിറ്റ് പശുക്കളെയും പിന്നെ പശുക്കളെ വിറ്റ് എരുമകളെയും വാങ്ങും. പിന്നീട് എരുമകളെ വിറ്റ് കുതിരകളെയും, കുതിരകളെ വിറ്റാൽ ധാരാളം സ്വർണം കിട്ടും. എന്നിട്ട് വേണം ഒരു 4 കെട്ട് പുര പണിയാൻ. പുരപണി കഴിയുമ്പോഴേക്കും അഭിജാതനായ ഒരു ബ്രാഹ്മണൻ വന്ന് സുന്ദരിയായ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരും. ഞങ്ങൾക്ക് പിറക്കുന്ന ഉണ്ണിക്ക് ഞാൻ സോമശർമ്മ എന്ന് പേരിടും. ഉണ്ണി മുട്ടുകുത്തി നടക്കുന്ന കാലത്ത് ഒരു നാൾ ഒരു പുസ്തകവും എടുത്ത് ഞാൻ കുതിരപ്പന്തിയുടെ പിന്നിൽ ചെന്നിരുന്ന് വായിക്കുകയാകും. അപ്പോൾ സോമശർമ്മ അമ്മയുടെ മടിയിൽ നിന്നിറങ്ങി കുതിരകളുടെ ഇടയിൽ കൂടി മുട്ടുകുത്തി നടന്ന് എൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഞാൻ ശുണ്ഠിയെടുത്ത് ഉണ്ണിയെ എടുത്തുകൊണ്ടു പോകൂ എന്ന് പറഞ്ഞ് പത്നിയെ ശകാരിക്കും. അവൾ അടുക്കളപ്പണികൾ ചെയ്യുന്നതിനിടയിൽ ഞാൻ പറഞ്ഞത് കേൾക്കുകയില്ല. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്ന് അവളെ ചവിട്ടും. ഇങ്ങനെ മനോരാജ്യം വിചാരിച്ചുകൊണ്ട് അയാൾ ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. ആ ചവിട്ട് കുടത്തിന്മേലാണ് കൊണ്ടത്. കുടമുടഞ്ഞ് അരിപ്പൊടി മുഴുവൻ ബ്രാഹ്മണന്റെ മുഖത്ത് തൂവിപ്പോയി. അയാൾ ആകെ വെളുത്തു. കഥ അവസാനിപ്പിച്ച് ചക്രം ചുമന്നു നിൽക്കുന്നവൻ പറഞ്ഞു, ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ദിവാസ്വപ്നം കണ്ടു നടക്കുന്നവന് ഉള്ളതും കൂടി ഇല്ലാതാകും. അപ്പോൾ സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞു, ശരിയാണ്, ദുരാശ ഏവരെയും പരിഹാസ്യരാക്കി തീർക്കും, ദുഃഖത്തിനിടവരുത്തുകയും ചെയ്യും. അത്യാഗ്രഹം കൊണ്ട് വല്ലതും ചെയ്യുന്നവൻ ചന്ദ്രരാജാവിനെ പോലെ ദുഃഖിതനാകുമെന്ന് കേട്ടിട്ടില്ലേ? തുടർന്ന് ചക്രം ചുമന്നു നിൽക്കുന്നവൻ്റെ അപേക്ഷപ്രകാരം സ്വർണനിധി കിട്ടിയവൻ പറഞ്ഞ ചന്ദ്രരാജാവിൻ്റെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം. അപരീക്ഷിത കാരകത്തിലെ 9ാമത്തെ കഥ ഇവിടെ നിർത്തുന്നു.